ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, വീഡിയോസ് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ദേ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കുക കേട്ടോ. ചെറിയുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വണങ്ങുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സവാളയാണ് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവാള ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് നീളത്തിൽ അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് വണങ്ങി വരുന്നത് വരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന്, അതായത് ഒരു പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളിത് നന്നായിട്ടൊന്ന് വണക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഞാൻ വണക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വണങ്ങി വരുമ്പോൾ നമ്മളതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് വണക്കി എടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് നന്നായി വണങ്ങി വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ, ആ മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് ഈ മസാലകളൊക്കെ ചിക്കനിലേക്കൊന്ന് പരലുന്ന പോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് മുറിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് മസാലകളൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉരുളക്കിഴങ്ങിലേക്ക് എല്ലാ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമ്മളിത് ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിക്കാൻ പാടില്ല, അപ്പോൾ അടി പിടിക്കാൻ പാടില്ല. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലാത്തിലേക്കും, ചിക്കനിലേക്കും അതുപോലെ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ നന്നായിട്ട് മസാലകളൊന്ന് പിടിച്ച ശേഷം ലാസ്റ്റ് അവസാനമാണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളിത് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഒരു പാത്രം വെച്ചിട്ട് ഇത് നമ്മൾ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൽ വെള്ളമായിട്ടുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ തന്നെ തക്കാളിൻ്റെയും അടച്ച് വെച്ചതുകൊണ്ട് അതിലേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം അതിൽ ഇപ്പോഴും വെള്ളം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എന്താ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ജീരകം, പട്ട, ഗ്രാമ്പു അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതേ നമ്മളുടെ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.